തിരുമൽ ദേവാ, ആ വെള്ള ഷർട്ടുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നുമില്ലല്ലോ. എന്റെ ആനന്ദ, എന്റെ ദേഹ ആ സകലം ഒരു മരവിപ്പാ. മറയിപ്പോ എന്റെ തിരുമൽ ദേവ, ഇനി പ്രസ്ഥാനം മുഴുവൻ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ? ഏയ്, ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയും ഉണ്ട്. അണ്ണാക്ക് വരെ എരിവും മണമുണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. ആ, എന്റെ കോമളം എന്ത് പറയുന്നു? നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്. എടോ ഗണപതി, താനൊരു ഗണപതി ആയിപ്പോയി. ചാണകം ശുദ്ധി വരുത്തുന്നതാണ്, അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താൻ ഒരു കാര്യം ചെയ്യും. 1 കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. അത് ശരി. ഭഗവാനെ, ഈ ബഡാപ്പയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ 2 നക്കിപ്പൈമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അറിയാൻ അവസരം ഉണ്ടാക്കണേ. ഇവന്മാരെ പൊളിച്ചടുക്കി 4 കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. ഓ, സമ്മതിക്കില്ല. പറഞ്ഞു നാക്കെടുത്തില്ല. അതിനു മുമ്പ് എത്തി കാലമാടന്മാര്. ആയുസ് 100. ഭഗവാനെ, 2 പേർക്കും കൂടെ ചേർത്ത് 100 ആയുസ് കൊടുത്താ മതിയേ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഓ, ഇനിയിപ്പൊ വിളിക്കും നക്കാപ്പിച്ച കണക്കി വയ്ക്കാൻ. വേണ്ട, വിളിക്കണ്ട. ഉള്ള പല ഇവിടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ണണ്ടേ. സാറ് രാവിലെ ആരെയാ കടിയണ്ടേ? തന്റെ അപ്പൂപ്പനെ. പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവിയുണ്ട്. കണക്കിൽ തെറ്റുപറ്റിയാലോ കണ്ണും കാറിയാലും ചെവി കേൾക്കില്ല. സാറ് വല്ലതും പറഞ്ഞോ? അയ്യേ, എന്താ ഇത്ര നേരത്തെ? എത്തിയോ? എത്തി, അകത്തിരിപ്പുണ്ട്. ഇനി എപ്പോഴാ മരണമണി മുടങ്ങുന്നൊന്നും അറിയില്ല. ആ, മുടങ്ങി. ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തളതിരും. അങ്ങോട്ട് ഇരുന്ന് നാളെ പേപ്പർ കയറ്. എടോ പരട്ട തലയാ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിരിക്കണമെന്ന്? പരട്ട തലയും തന്റെ തന്ത. ഇതെന്താ കണക്കില് 35 പൈസ വ്യത്യാസം? സാറേ, 2,56,000 രൂപയുടെ ബിസിനസ്സിന് ഒരു 35 പൈസയുടെ കുറവല്ലേ ഉള്ളൂ. 35 പൈസ വെറുതെ കിട്ടുവോ? ഇപ്പോഴത്തെ കാലത്ത് 35 പൈസ കിട്ടണമെങ്കിൽ താൻ പോയി 4 വീടെങ്കിലും തണ്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, 35 പൈസ എവിടെ? അതുകൊണ്ട് ഞാനൊരു എസ്റ്റേറ്റും കാറും മേടിച്ചു. എന്നാ അതിങ്ങോട്ട് തന്നേ. എസ്റ്റേറ്റും കാറുവോ? തനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച? 35 പൈസയുടെ കണക്ക്. ഈശ്വര, ഞാൻ പേടിച്ചു പോയി. ഇത് 10 പൈസ, 25 പൈസ. ഇതെന്താടോ? 35 പൈസ. താൻ എന്താടോ എന്നെ കൊച്ചാക്ക? ഈ കാശെടുത്ത് തന്റെ പോക്കറ്റിലിട്. 35 പൈസയല്ല എന്റെ പ്രശ്നം. 35 പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. മനസ്സിലായോ? താൻ എന്താ ഒന്നും മിണ്ടാത്തേ? തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ആരാധനയ്ക്ക് പ്രാന്ത് പിടിച്ച കാണുന്നല്ല സുഖല്ലേ? ആ, ഇതെന്താ ഇക്കണക്കിന് പോയാ കൊച്ചി മാസം ശമ്പളം മേടിക്കല്ലോ. ആ, 20 പൈസ. ഈ മാസത്തെ 125ാമത്തെ പേപ്പറാ. ഓ, എന്താ ഇനിയിപ്പോ അവിടെ എന്താണാവോ? എന്താ സാർ? കഴിഞ്ഞ മാസം പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് പാൽപ്പൊടികൾ അയച്ചു? 1000. 200 തിരിച്ചടിച്ചു. 1000 മൈനസ് 800, 200. ബാക്കി 200 പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു? പൂത്തുപോയി. നല്ല പൂക്കളായിരുന്നു. പൂക്കളോ? എന്നിട്ട് ആ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തു? ഞാനങ്ങ് വിഴുങ്ങി. എന്ത് ചെയ്തു? അത് ഗോഡൌണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കൈവശമുണ്ട്. സാർ, അത് എലി തിന്നു. പന്നിയെലി. പന്നിയും തിന്നു? പന്നിയല്ല, പന്നിയെലി. മുന്തി എനമാ. തനിക്കതെങ്ങനെ മനസ്സിലായി? സാർ അറിഞ്ഞില്ലേ? ഗോഡൌണിലെ എലികൾ മുഴുവൻ ചത്തു. നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ. ഇനി പൂത്താലും കായ്ച്ചാലും മരമായാലും
റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യാം സാർ. പിന്നെ ആ പുലി ചത്തത് ശരിയാണോ? പുലിയല്ല സാർ, എലി. അതെങ്കിൽ അത് സംഭവം ശരിയാണോ? ശരിയാണ്, ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്നാലേ പൂത്തുപോകുന്ന പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മൾക്കൊരു പാഷാണ കമ്പനി തുടങ്ങിയാലോ? ഉഗ്രൻ ഐഡിയ. എന്നിട്ട് വേണം അത് ഉരുട്ടി യുവന്മാരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ. എന്താണ് ആലോചിക്കുന്നത്? പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കാൻ. എന്താണ് പേര്? പാഷാണം ബ്രദേഴ്സ്. നല്ല പേര്. സുനന്ദനിക്ക് സുനന്ദനിക്ക് അല്ലേ? അതെ. സ്നേഹമുള്ള നന്ദിനിയെന്ന് വിളിക്കും. മുൻപരിചയം വല്ലതും ഉണ്ടോ? ഞാൻ നന്നായി ടൈപ്പ് ചെയ്യും സാർ. എന്നാ പിന്നെ പോയിട്ട് ചെയ്തൂടെ? നെക്സ്റ്റ്. അറിയാമല്ലോ. ആർ ശ്യാമള. 6 ശ്യാമളയോ? 6 ശ്യാമളമാരല്ല, ശ്യാമള 6 ഇംഗ്ലീഷിലാണ്. ശ്യാമള ഒന്നേ ഉള്ളൂ. കോട്ടുമീട്ടിരുന്ന് വിട്ടുതരും പറയാറിയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നുമില്ലേ? ഉണ്ട് സാർ. അവരെല്ലാവരും ഇതേ വേഷത്തിൽ തന്നെയാണോ? എല്ലാരും ഫാഷനബിൾ ആണ് സാർ. എന്നാ പിന്നെ പോയിന്റ് ചെയ്തൂടെ? ആ, നെക്സ്റ്റ്. മേരി വർഗീസ്. തിരുവല്ലാക്കാരിയാണല്ലേ? അതെ സാർ. കിരൺ കെമിക്കൽസിൽ 2 വർഷം ജോലി ചെയ്തിരുന്നു. അതെ സാർ. പിന്നെന്താ ആ ജോലി ഉപേക്ഷിച്ചത്? ഉപേക്ഷിച്ചതല്ല, കമ്പനി പൂട്ടി. മെറ്റൽ വർക്സിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതും പൂട്ടി. എന്നാ പിന്നെ പോയിന്റ് കൂടെ. കേശവ, എടോ കൊക്കോ, അല്ലെങ്കിൽ വേണ്ട കേശവൻ മാനേജരെ, എന്റെ തൃപ്തിക്കൊത്ത ഒരു പെൺകുട്ടിയും ഇവിടെ വന്നിട്ടില്ല. പലർക്കും മുൻപരിചയം കുറവാണ്. പിന്നെ ഇതൊരു ഫാഷൻ പരേഡ് അല്ല സഹോദര. അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, തിരുവല്ലാക്കാരി മേരി വർഗീസ്. പിന്നെ കമ്പനി കാര്യമായതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറേ നിങ്ങൾ എന്നെ തെറി പറയില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ നിയമനം ഈ അപ്പാവിക്ക് വിടുക. നിങ്ങളുടെ ടേസ്റ്റ് എനിക്കല്ലേ അറിയൂ. നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങൾക്ക് തൃപ്തിയാകുന്ന നല്ലൊരു ജിൽ ജിൽ പോലൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുതരാം. കിട്ടാനുള്ള കാശിന്റെ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി, എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി. സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിനൊരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞ് 2 പല്ലി വീണു. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാം കൂടെ കുത്തി ഇളക്കി അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി, നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണ് ഓക്കാനിക്കുന്നേ? ഗർഭമുണ്ടായിരിക്കുന്നോ? സൂക്ഷിച്ചേ, സൂക്ഷിച്ചു. എടാ, ഇതുണ്ട്. സാറന്മാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോ. എന്താടാ, നീ ഒറ്റയ്ക്കിട്ട് വേണ്ടി തിന്നുവല്ലോ. വേഗം പൊക്കോട്ടെ. പേടിച്ചു പോയി. അവിടുത്തെ തെറ്റിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ എന്താണോ? 6 പപ്പടം 3 രൂപ, മോര് 1 രൂപ, അച്ചാറിന് 25 പൈസ. കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയോ കൊയിലാളെ? എന്റെ പൊന്ന് സാറേ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ആ കാശിങ്ങമ്മേ, 4 ഉണക്ക പപ്പടത്തിനും പുളിച്ച മോരിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയും കൊണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാണ്. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ തകർത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതിനടുത്ത് പൊക്കാനുള്ള ത്രാണി എനിക്കില്ല.
അച്ചാർ ഭരണിക്കുള്ളിൽ വീണോ ഇവൾ? കാണാനില്ലല്ലോ പണ്ടാറ്. നമ്മൾ ആനന്ദപ്പൈ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടീ, നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാറ് മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ. ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. അയ്യടാ, വയസ്സായി നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിമ്മൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി. മനസ്സിലായോ കോമളം? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി ഇരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയിൽ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽ ദേവാ, ഇങ്ങളെ ചന്തയിൽ പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ചീഞ്ഞ് ഓടയിൽ കളയേണ്ടി വരും. അതിന് ഇത്രയും വല്ല ഓട എവിടെ ഇരിക്കുന്നു? വായടക്ക് സാങ്കിലേ. സാരമില്ല, ഞാൻ തുടച്ചു കളയാം. അയ്യോ, എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? ഞാൻ രാവിലെ കുളിച്ചതാ. എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വില? ദേ, നമ്മൾക്കൊരു കാര്യം കേൾക്കണോ? എന്താ? അയ്യോ, നാന് പറയുന്നില്ലേ? ഞാൻ പറയില്ല, ഞാൻ പറ. പറഞ്ഞ നമ്മൾ അത് പോയി ആനന്ദനോട് പറഞ്ഞ് പിന്നെ അത് വഴക്കായി. അയ്യോ, നമ്മളില്ലേ നീ കൈ തന്നെ. തിരുമൽ ദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ? ആ. 6 ദിവസമായി കുളിച്ചിട്ട്. ഞാൻ ദിവസവും കുളിക്കും. എന്റെ തിരുമൽ ദേവാ, എടീ പപ്പടേ, ഭാര്യ പറഞ്ഞ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ. അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിയിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കണത്. മനസ്സിലായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്റെ അപ്പ എന്റെയോ? എന്റെ തിരുമൽ ദേവ, നിങ്ങൾ എന്താ ഇങ്ങനെ ഉളക്ക വിഴിഞ്ഞ പോലെ നടക്കുന്നത്? നിനക്ക് തോന്നിയോ? അയ്യോ, ഇതിന്റെ കഴുത്തിലുള്ള പൗഡർ ഒരുപാടുണ്ടല്ലോ. ഒരു ടെൻ തീർത്തു. ഓ, എന്തൊരു വാസന അത്തറിന്റെ. അതും ഒരു കുപ്പി തീർത്തു. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ട്? നിങ്ങളെ മൊത്തത്തിൽ കണ്ടാൽ ഒരു കമ്പം മുറയിൽ കുത്തി നാരങ്ങാത്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ നോക്ക് കുത്തിയാണെന്നേ തോന്നു. അത്രയ്ക്ക് സുന്ദരനാണോ നിങ്ങൾ? എന്റെ മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പോകും. നിക്കു സത്യത്തിൽ പറയൂ, നമ്മളെ കണ്ടാൽ വൃത്തികേടുണ്ടോ? മൊത്തത്തിൽ വൃത്തികേടാണ്. ഇപ്പൊ കുറച്ചുകൂടെ കൂടി, അത്രേ ഉള്ളൂ. അതെ, സൗന്ദര്യം ആസ്വദിക്കാൻ അതിനുള്ള മനസ്സ് വേണം. പണ്ട് നിനക്കതുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നീ നമ്മളെ ഉളുന്തുമാവ് പോലെ കുളച്ചെടുത്തത്? അതോടെ നമ്മളുടെ കഷ്ടകാലം തുടങ്ങി. വെറുതെ റോഡിൽ വണ്ടി ഓടിച്ചിരുന്ന എന്നെ ഈ വേഷവും കെട്ടിച്ച് ഇടിവണ്ടി തലയിൽ കെട്ടിവെച്ച് ഗുൽമാൽ ഉണ്ടാക്കാൻ മാത്രം നിന്റെ അപ്പനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു പണ്ടാറാം? നമ്മളെ ആരും അങ്ങനെ തലയെ കെട്ടി വെച്ചൊന്നുമല്ല. കണ്ണേ കരളെ കണ്ണിമാങ്ങേന്ന് വിളിച്ച് എത്ര പേര് എന്റെ പുറകെ നടന്നത് അറിയാമോ? എന്റെ അപ്പനെ പഠിച്ച് എന്നെ തട്ടിയിട്ട കോന്തനല്ലേ നിങ്ങൾ? കോന്തനോ കാന്തനോ? കോന്തൻ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ വെറും ഇടിവണ്ടിയല്ലേ. ആ ചന്തമുക്കിലെ മൃഗഡോക്ടർ അന്നേ എന്നോട് പറഞ്ഞതാ നമുക്ക് ഒളിച്ചോടി പോകാം. എന്നെ തിരുമൽ ദേവാ, ഞാൻ അന്ന് അതങ്ങ് ചെയ്താ മതിയായിരുന്നു. ആ മൃഗഡോക്ടർ രക്ഷപ്പെട്ടു. പാവം, പുണ്യം ചെയ്ത ജന്മം. കഴിഞ്ഞ ജന്മം നമ്മൾ ഏതോ അച്ചാറുകാരിക്ക് നമ്മൾ പാര പണിഞ്ഞു. അതാണ് ഈ ജന്മം ഇങ്ങനെ. സാക്കി സംഘളിവേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇൻ അയ്യോ സാർ 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 എന്താ സാർ? എടോ, തനിക്കെങ്കിലും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഒരു ചെറുപ്പക്കാരി ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോ കാലന് പോലും വേണ്ടാത്ത കുറെ വയസ്സന്മാരും താനും കൂടെ ഇരുന്ന് താളം കൊട്ടി കളിക്കുന്നത് കണ്ടപ്പോ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കാനാണ് എനിക്ക് തോന്നിയത്.
ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് എന്ത് വിചാരിക്കും? തനിക്ക് നല്ല പൊക്കണ്ടല്ലോ, നല്ല നിറണ്ടല്ലോ, ഈ ബുദ്ധി മാത്രം എന്തോ വളരാത്തത്. മേലിൽ ഇത് ആവർത്തിച്ചാൽ എല്ലാത്തിനും ഞാൻ ഡിസ്മിസ് ചെയ്യും. തീപ്പട്ടിക്കോലിന്റെ അത്ര വലിപ്പേ ഉള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ആരോപച്ചവരാണെന്ന്. എന്താണ് ഒരു വല്ലായ്മ? സുഖമില്ലേ? അച്ഛാ, അച്ഛൻ മുടി കറുപ്പിച്ചോ? മുടി കറുപ്പിക്കേ? നീ തമാശ പറയാ? തമാശയല്ല, കാര്യമാണ്. മുടി കറുപ്പിച്ചോ? അതെങ്ങനെ മുടി കറുപ്പിക്കണേ? ഞാൻ എന്നത്തെ പോലെ എഴുന്നേറ്റു, കുളിച്ചു, വസ്ത്രം മാറി, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത്രമാത്രം പോറല്ലോ. പിന്നെ എത്ര മാത്രം പോറണം? അല്ലോ, ആ. ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. എന്റെ കൃഷ്ണ, ഇത് എങ്ങനെ പറ്റി? കോമളം, ഇയാൾ കറുപ്പിച്ചു ചെയ്തു. തിരുമൽ ദേവാ, എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ല പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പോ ഇത് വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഒരു പണ്ടാറ അവര് കൊടുക്ക്. ഈ വയസ്കാലത്ത് ഇങ്ങനെ കറുപ്പിക്കൽ എന്തോ കുഴപ്പമുണ്ട്. കുറെ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിലിട്. അതെ, വെറും 5 കിലോ മുളക് പൊടി മേടിച്ചോണ്ട് പറഞ്ഞേ. എന്തിനാണ് മുഴുക്കുപൊടി മൂക്കി കയറ്റാനോ? വണ്ടി എടുക്കണോ? കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലേ, ഒരു പഴം പൊളിഞ്ഞത് കൊണ്ടുവരട്ടെ. പളം പുളിഞ്ഞത് നീ തന്നെ തിന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗണപതി സാറിന് ദിവസം ചൊല്ലും തോറും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറഞ്ഞ് പള്ളി നിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. പള്ളി നിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. താനേ വെള്ളിയാഴ്ച നിക്കറിട്ടോണ്ട് വരണമെന്ന്. അയ്യോ, എത്രയായി? എന്താണ്? പ്രിയ മെമ്പർമാരെ, നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാചക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ചിക്കൻ മണ്ടേക്കടി തിന്നുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ഇനിയൊരു സന്തോഷ വാർത്ത. വൃക്കരോഗിയായി അവശ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ മഹാനായ പ്രസിഡന്റ് സ്വന്തം കിഡ്നി ദാനം ചെയ്യുന്നതായിരിക്കും. ശേഷം അദ്ദേഹത്തെ നാം ആശുപത്രിയിലേക്ക് ആനയിക്കുകയാണ്. ഈ മഹത്തായ കർമ്മത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറിനണിയുകയാണ്. ആരാണ് നീ? ദമയന്തി? നിൽക്കൂ. എങ്ങോട്ടാ? മുന്നോട്ട്. മുന്നോട്ടായാലും പിന്നോട്ടായാലും മിനിമം ചാർജ് 10 രൂപ. ഇവിടെ വിടോ.
ആക്കി താനകത്തോ. അയ്യോ, അതാനന്ദ സാറല്ലേ? എന്റെ ഈ കോമാളി വേഷത്തിൽ വേഷം മാറി എന്നെ പരീക്ഷിക്കാൻ വന്നാണോ? ദൈവമേ, എന്റെ ജോലി പോയി. ദേ സാർ, അവള് മനസ്സിലായി കാണുമോ? എവിടെ പോയി? എന്റെ ജോലി പോയത് തന്നെ. എന്റെ ജോലി തീർന്നു. ഇനി നമ്മളെ കൊണ്ട് കൊള്ളില്ല. വേദനിക്കുന്നു. വാ ചേട്ടാ. നമ്മൾ ഇങ്ങനെ താടി പഠിച്ച് സുന്ദരനായിട്ട് എന്താ കാര്യം? ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല, എന്താ കാര്യം? ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടമായിട്ടിരുന്ന നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ പൊന്നല്ലു, എന്താ കാര്യം വെച്ചാ പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ടത് പോയില്ലേ? ആര് പോയി? ഇന്നലെ വൈകിട്ട് കൂടി ആകേണ്ടതാണെന്ന്. എന്നിട്ടിപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാൻ? അത് പോയി. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ആരാ പോയത്? നമ്മുടെ കിളവി പോയി. അയ്യോ, ദേ, കിളവി പോണെങ്കി പോട്ടെ അല്ലു. 10-90 വയസ്സ് വരെ ജീവിച്ചില്ലേ? നമ്മൾ നല്ലോണം അവരെ നോക്കിയില്ലേ? എന്റെ അമ്മൂമ്മയും പോയില്ലേ? എന്റെ ഉടുപ്പി കൃഷ്ണ, അമ്മൂമ്മ കിളവിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ ആട്ടുകല്ലില്ലേ, ആ. അതിന്റെ കുളവി. ഏതിന്റെ? ആട്ടുകല്ലിന്റെ കുഴവി. ആ. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഈ കെട്ടി ചാടി ഞാൻ ചാവുള്ളൂ. നിന്നെ കുളവി വേണ്ട. അയ്യോ, എന്താ പൈ പൈ എന്ന് വിളിക്കുന്നത്? പൈ എന്നല്ല, കൈ കൈ എന്നാ വിളിച്ചത്. ആയിരുന്നു അപ്പൊ കള്ളൻ? നമ്മളോ? ആ. ചേട്ടാ, ചേച്ചി, ഓടി വാ, ഓടി. നാട്ടിക്കരുത്. ചേട്ടാ, ചേച്ചി, ഈ കൈയും പോയി, കള്ളനെ പിടിച്ചു. ഈ കൈയും പോയി. ഈ കള്ളനെ. കോളിംഗ് ബെല്ല് അകത്താണോ വെച്ചിരിക്കണേ? എന്താ? ജന്മദിനാശംസകൾ. അയ്യോ, സാറായിരുന്നോ? അകത്തേക്ക് ഇരിക്കാം. വാതിലടച്ചോ? വല്ല തെണ്ടികളും കാണും. രണ്ടാളിരുന്ന ഒടിയോ? ഇല്ല. എന്തെങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? സാറിനെ കാണാൻ എന്തൊരു ശേല. ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്താന്ന് നോക്കിയോ? നല്ല മിടിയും ടോപ്പും. മോഹിനിക്ക് മോഡേൺ വേഷം ഇഷ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാ. പിന്നെ ഞാൻ മാത്രം മോഡേണായ പോരല്ലോ. എനിക്ക് വേണ്ടി ഇതൊന്ന് ഇട്ടുകൊണ്ട് വരാമോ? കാണാനുള്ള മോഹം കൊണ്ട. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഇപ്പോ മോഹിനി ഒന്നുകൂടി സുന്ദരിയായി. താങ്ക് യു സർ. സർ, നമുക്ക് കേക്ക് മുറിക്കാം. ഇപ്പൊ മുറിക്കണ? അയ്യോ, കണ്ണാടി കത്തിക്കില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഞാൻ തരാട്ടോ. പയർന്നോളൂ. തുറന്നു പിടിച്ചോ. ദാ. അയ്യോ സാർ അകത്തേക്ക് പറ്റുള്ളൂ. വേഗം. വേറെ വല്ലതും വിളിച്ചോണ്ട നീ? ഗംഗാരൻ 400 രൂപ. അല്ല ഗംഗാധരൻ എണ്ണുന്നില്ലേ? ഇനി എന്നെയാ നോട്ടിലെ മഷി ഇളകി പോകും സാർ. കൃത്യശമ്പളം കൃത്യസമയത്താണ്. അതാണ് പൈ പോളിസി. രാധ രാധയ്ക്ക് എത്രയാ കൊടുക്കേണ്ടത്? മൊത്ത ശമ്പളം 375 രൂപ. പേപ്പർ കീറിയ വകയിൽ 98 രൂപ 60 പൈസ. ബാക്കി 164 രൂപ 40 പൈസ. സാറേ ഈ മാസം ശമ്പളം മുഴുവൻ വേണം. കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആറ് തരും? ഞാനല്ലേ പേപ്പർ കീറിയത്. പിന്നെ ആരാ കീറിയത്? ആ തല്ലിപ്പൊളി മെഷീനാ. തല്ലിപ്പൊളി മിഷീനോ? കുട്ടി, ഞങ്ങളുടെ അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവം മിഷൻ. ആ മിഷന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു. തന്റെ ഹൃദയം നൊന്തോ? കുട്ടി, ആ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട. ഈ മാസം മുഴുവൻ ശമ്പളം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ? എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ? അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനസ്സിലല്ലേ? ഇല്ല. എന്നെ മാത്രം എന്തിനാ അറിയണേ? കുട്ടിയെ ഞാൻ തിരിച്ചു വിട്ടിരിക്കുന്നു. അയ്യടാ, നിങ്ങളെ പോലുള്ള നക്കിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം തെരുവിൽ പോയി തെണ്ടുന്നതാ. പോയി തണ്ടു നീ. അതിക്രമം കാണിക്കുന്നത് കുട്ടി. സാറന്മാരുടെ മര്യാദക്ക് പെരുമാറൂ. അപ്പൂപ്പന്മാരുടെ പ്രായമില്ലേ? ഇല്ലേ താൻ എന്ത് ചെയ്യടോ? ധൈര്യമുണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ വിവരം അറിയാം. ആഹാ, തെണ്ടിയാണ്, തെണ്ടിയാണ്, തെണ്ടി പൈസയാണ്. കുട്ടി ഒന്ന് നിൽക്കൂ. ഇനി തനിക്കെന്താ വേണ്ടത്? യോ എനിക്കൊന്നും വേണ്ടായേ. നീ മിടുക്കിയാടി. എനിക്ക് തൃപ്തിയായി. 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാ നീ വിളിച്ചത്. നീ എവിടെ പോയാലും നന്നാകും. നല്ല ഒന്നാം തരം തെറി. ആ ആ കൊടുത്തു കൊടുത്തു. എന്ത്? ചപ്പക്കുട്ടിക്കിട്ടടി. എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതൊക്കെ പോട്ടെ കേശവ, നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം. 375 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ? ഒരു 380 രൂപ കൊടുക്കാം. സാറേ അത് കൂടുതലായി പോയോ? 10 100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല. ഒരെണ്ണത്തിന് കെട്ടിയെടുക്കാനെന്താ? ഞാൻ ശ്രമിക്കാം. ഇതിനെ തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ. താൻ എന്തെങ്കിലും പറഞ്ഞോ? നല്ല ശക്തി. മനു കണ്ടോ? കണ്ടു. മോഹിനിക്ക് എന്താണ് വേണ്ടത്? സാറ് പറഞ്ഞോളൂ. സർ, കളിക്കാൻ എന്താണുള്ളത്? കളിക്കാനോ? കഴിക്കാൻ എന്താണുള്ളത്? വനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, രംഗീല, മതി മതി മതി. 2 ബട്ടർ സ്കോച്ച് കൊണ്ടുവരും. 2 പോരല്ലോ സർ, 4 വേണ്ടേ? ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കോ? ഇതാരാ ചിറ്റപ്പ? ചിറ്റപ്പനോ? ഞാൻ ആരുടെയും ചിറ്റപ്പനല്ല. ഈ വേല മനസ്സിൽ വെച്ചാ മതി. നേരാക്കി ചിറ്റപ്പ. പാന്റ് ഷർട്ട് ഇട്ടെന്ന് വെച്ച് എന്റെ ചിറ്റപ്പനെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. സത്യം പറ, ഇതാരാ? മോള് വേറൊന്നും വിചാരിക്കരുത്. ഇത് നമ്മളുടെ ഒരു ബിസിനസ് കസ്റ്റമറാണ്. 2 ബട്ടർ സ്കോച്ച്. കുടിക്കാൻ എന്തെങ്കിലും? കുറച്ച് പച്ചവെള്ളം തരാൻ പറയൂ. 1 ഗ്ലാസ് വെള്ളം. ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളുടെ ബില്ല് കൂടെ പേ ചെയ്തേക്കൂ. വേറെ ബില്ല് കൂടെ കൊടുത്തേക്കൂട്ടോ. വരട്ടെ ഏട്ടപ്പാ. വരട്ടെ കസ്റ്റമർ. എന്താ 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 പറയുന്നത്? എന്റെ പൊന്നു സാറേ, എന്നെ പിരിച്ചുവിട. ഇല്ല, വേഷം മാറി എന്നെ പിടിക്കാൻ വരുന്നു സ്വപ്നത്തെ പോലെ ഞാൻ വിചാരിച്ചു. 6 വേഷം മാറി 6 പിടിച്ചു. എന്ത് പിടിച്ചു? താൻ എന്താണോ ഈ പറയുന്നത്? അപ്പൊ സാറല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. തനിക്ക് എന്ത് തോന്നി? ഒന്നുമില്ല. പിന്നെ എന്തിനാണോ എന്റെ കാല് പിടിച്ചത്? മനുഷ്യരാരെങ്കിലും എന്റെ കാൽ പിടിക്കുമോ? സാറിന്റെ കാല് നല്ല കാലാന്ന് തോന്നി, അതുകൊണ്ട് കയറി പിടിച്ചു. കാൽ പിടിക്കുന്നതൊക്കെ കൊള്ളാം.
വാറരുത്. അവിടുത്തെ ഉപ്പും ചോറും തിന്നവനാണ് ഞാൻ. എന്നെ വിശ്വസിക്കാം. ആ ഗൂർക്കപ്പണ്ടാറ ഇല്ലാത്തത് ഭാഗ്യം. ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ അകത്ത് കിടക്കും? അല്ലുപ്പണ്ടാറ ഞാൻ കണ്ട എന്റെ പണി കഴിഞ്ഞു. ആ. ഈ നക്കി പൈമാരി ഏത് രൂപത്തിൽ എവിടെ കാണുമെന്ന് ആർക്കറിയാം? ഹോ, ബാക്കിയുള്ളവനും മനസമാധാനമായി പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അയ്യോ അയ്യോ അയ്യോ, കള്ളൻ! ഓടി വാ! എല്ലാവരും ഓടി വന്ന് രക്ഷിക്കണേ! അയ്യോ, ഈ പാവപ്പെട്ട ഗൂർഖകളെ രക്ഷിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ? ഓടി വരണേ! എന്താണ് ചോറ് ചപ്പാത്തി എന്നൊക്കെ പറയുന്നത്? കള്ളനോ? എവിടെയാണ് കള്ളൻ? അടിച്ചു സാർ. ആരാണ് നിന്നെ അടിച്ചത്? ആരാണെന്നറിയില്ല, പക്ഷെ അടിച്ചു എന്നുള്ളത് സത്യമാ. ആഹാ. അയ്യോ, വേണോ? നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, കുടിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. നിക്കടാ. കുറച്ച് നേരത്തെ നീ എന്റെ കാലിൽ വീണു, ഇപ്പൊ ചെളി വീണു. ഇതെന്താണ്, വീഴ്ച മത്സരമാണോ? നിനക്ക് ഭ്രാന്തുണ്ടോടാ? വായി മൂടടാ. കള്ളൻ കയറി കട്ടോണ്ട് പോയാൽ അവൻ കാണില്ല. നിലാവത്ത് വാഴയിലെ ഇറങ്ങിയാൽ അപ്പോൾ അവൻ തുടങ്ങും കള്ളൻ പ്രേതം പണ്ടാറം. വാഴല അടിക്കോ? ഇല്ല, നക്ക്. നീ മിണ്ടറ. പാർവതിയുടെ അപ്പണി ഇനി വന്നില്ലല്ലോ. അയാൾ ഇനി വരികയില്ല. ഇങ്ങനെ പറയല്ലേ എന്റെ കൃഷ്ണ, എനിക്ക് വയ്യ. ചോറേ നാരികപ്പൻ അഥവാ തേങ്ങ വെച്ചോ, നിന്റെ ചാക്കാലയ്ക്ക് കൊള്ളാം. നല്ല ഉണക്ക തേങ്ങയാണ്. നമ്മളെപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു. അയ്യോ, ഞാനെ കണ്ടില്ലല്ലോ. നീ എപ്പോ എവിടെയായിരുന്നു പൊന്നെ? നാളെ പഠിപ്പുറത്തിരുന്നല്ലോ. ഞാൻ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടല്ലേ അകത്തേക്ക് പോകുന്നത്. നേരാ, ഞാനൊരു നിഴല് പോലെ കണ്ടല്ലോ. അത് നമ്മളായിരുന്നോ? അപ്പൊ ഞാനും ചിരിച്ചില്ലേ? താനും ചിരിച്ചല്ലോ. അയ്യോ, ഞാനോർത്ത സ്വപ്നമാണെന്ന് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് നിന്റെ സ്വപ്നം തീർന്നില്ലല്ലോടി മോളെ. അതൊക്കെ പോട്ടെ, നമ്മൾ എപ്പോഴാ വന്നേ? എനിക്ക് വിശന്നിട്ട് വയ്യ പാടി.